നമസ്കാരം. പെരിയ ഇരട്ടക്കൊല കേസിൽ പ്രതികൾക്ക് CBI കോടതി ശിക്ഷ വിധിക്കുമ്പോൾ സർക്കാരിനും CPM-നും ആശങ്കയായി നവീൻ ബാബു കേസ് ഉയർന്നു വരികയാണ്. ADM-ന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനമാണ് ഇനി അതീവ നിർണായകമാകാൻ പോകുന്നത്. ഈ കേസിൽ അന്വേഷണത്തിന് CBI എത്തിയാൽ കണ്ണൂരിലെ CPM നേതൃത്വമാകെ വെട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നവീൻ ബാബു കേസിന് പിന്നാലെ പെട്രോൾ പമ്പ് ഇടപാടും മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ പരാതിയും CBI അന്വേഷിച്ചാൽ AKG സെന്ററിനുള്ളിൽ അറസ്റ്റ് നടക്കും. AKG സെന്ററിനകത്തേക്ക് CBI കയറുമെന്ന് ഉറപ്പാണ്. 2019 സെപ്റ്റംബർ 30-ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇരട്ടക്കൊല കേസ് അന്വേഷണം CBIക്ക് വിട്ടെങ്കിലും കേസ് ഡയറി അടക്കമുള്ള രേഖകൾ കൈമാറാൻ നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. ഈ കാര്യം ആവശ്യപ്പെട്ട് 6 കത്തുകൾ അന്ന് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ശ്രീജിത്തിനും നൽകിയെങ്കിലും അനുകൂലമായ ഒരു മറുപടിയൊന്നും ഉണ്ടായില്ല. കേസ് രേഖകൾ എങ്ങനെ CBIക്ക് കൈമാറണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടിയിരിക്കുകയാണെന്ന വിചിത്രമായ മറുപടിയാണ് DGP ലോക്നാഥ് ബെഹ്റ CBIക്ക് നൽകിയത്. പിന്നീട് CBI ഒരു നിർണായകമായ ഒരു നീക്കം നടത്തി. അതായത് അന്വേഷണ രേഖകൾ പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരമുള്ള CRPC 91 നോട്ടീസ് CBI ക്രൈംബ്രാഞ്ചിന് നൽകി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാരും ക്രൈംബ്രാഞ്ചും സഹകരിക്കാതിരുന്നതോടെയാണ് അന്വേഷണവുമായി സ്വന്തം നിലയ്ക്ക് CBI മുന്നോട്ട് പോയത്. FIR രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് എറണാകുളം CGM കോടതിയിൽ നൽകി. ഇതിനിടയിൽ അന്വേഷണം CBIക്ക് വിട്ട നടപടിക്കെതിരായ സർക്കാർ അപ്പീല് പോവുകയും ചെയ്തു. ആ അപ്പീല് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. അന്വേഷണം സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ CBI രഹസ്യമായി തന്നെ മുന്നോട്ട് പോയി. കാസർഗോഡ് CPM-ന്റെ 2 പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് രേഖകൾ ശേഖരിച്ചു. ക്രൈംബ്രാഞ്ച് കാസർഗോഡ് കോടതിയിൽ നൽകിയ കുറ്റപത്രവും അനുബന്ധ രേഖകളും കോടതി വഴി തന്നെ എറണാകുളം CBI കോടതിയിലേക്ക് മാറ്റി. സർക്കാർ അപ്പീലുകൾ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ തങ്ങൾ കണ്ടെത്തിയ നിർണായക വിവരങ്ങൾ അടങ്ങിയ സീൽഡ് കവർ ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് CBI വെച്ചു. സീൽഡ് കവറിലെ CBIയുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ഹൈക്കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ CPM മുൻ MLA അടക്കം അഴിക്കുള്ളിലാവുകയും ചെയ്തു. നവീൻ ബാബു കേസിലും ഇതിന് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി വിധി CBI അന്വേഷണത്തിന് അനുകൂലമായാൽ ഇടത് സർക്കാർ അപ്പീൽ സാധ്യതകൾ തേടും. നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുമായി ഭാര്യ മഞ്ജുഷ കോടതിയിലെത്തിയിരിക്കുകയാണ്. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കൊല നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കേണ്ടി വരുമെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മഞ്ജുഷ ആരോപിക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഒന്നും നടന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇൻക്വസ്റ്റ് കാര്യത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും നൽകിയിട്ടില്ല. 55 കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെ ചെറിയ കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കുമെന്ന് ഹർജിക്കാരി ചോദിക്കുന്നുണ്ട്. പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുവെന്നും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. CBI വന്നു കഴിഞ്ഞാൽ എന്തായാലും നവീൻ ബാബുവിന്റെ കേസിൽ ഒരു ഡമ്മി പരീക്ഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ PP ദിവ്യയെ മുറുക്കിക്കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന രീതിയിൽ CBI PP ദിവ്യയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകും. PP ദിവ്യയുടെ വായിൽ നിന്നുള്ള മൊഴി പറഞ്ഞാൽ മാത്രമേ നവീൻ ബാബു കേസിന്റെ എല്ലാ ചുരുളുകളും അഴിക്കുകയുള്ളൂ. അത് ഉടനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.